ഈ ബാഹുലിന് ആരെങ്കിലും പോലീസിലുണ്ടോ? ചാൻസ് വളരെ കുറവാണ്. ഇല്ലെന്ന് അതല്ല, എല്ലാത്തിലും ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു അവന് ഡ്രാമ, മിസ്റ്ററി, ത്രില്ലർ അതാണ് താല്പര്യം. ഒരുപാട് വായിക്കുന്നതും. അതെ അതെ അതെ. ഈ ഫോർമാറ്റിന് മാറ്റമില്ല. അത് എവിടെ പരസ്യമാണ്. പരസ്യം പിന്നെ ഞാൻ തിരക്കഥ വായിക്കും. ഒരു പേജേ ഉള്ളൂ. നിങ്ങൾക്ക് സിനിമ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ദയവ് ഇത് സിനിമ കാണാൻ തീരുമാനിച്ചൊരു സിനിമയാണെങ്കിൽ അതിന്റെ ട്രെയിലറോ ടീസറോ കാണില്ലേ? നല്ല ബീഫ് പൊറോട്ടയും ബീഫ് ചാപ്സ്. ഞാനത് ബീഫ് ബിരിയാണി അടിപൊളി. അതായത് കുറെ പേര് ഞാൻ ചീത്തയാക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലെ ടയർ 3 ടയർ 4 ആക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് ബിസിനസ് പരമായി ഇല്ല ആക്ടേഴ്സ് അല്ല ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് ഇതേപോലത്തെ ലോങ് ഫോർമാറ്റ് ടെസ്റ്റ് കളിക്കാം. ആദ്യമായിട്ട് എനിക്ക് കാശ് മങ്കി ബിസിനസ് പറ്റിച്ചാലും കുഴപ്പമില്ല. കറക്റ്റ് ഈ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അവന്മാരെല്ലാം കളിയാക്കും ഫുഡിൻ്റെ എലമെൻറ്റ്. ഇപ്പം ഞാൻ ഏത് സീൻ വന്നാലും നമുക്കെന്തൊന്ന് ചായ പിടിച്ച് അങ്ങനെ ചെയ്താലോ, അല്ലെങ്കിൽ ടേബിളിലിരുന്ന് ഇങ്ങനെ സീനിലൊരു ഫുഡിൻ്റെ എലമെൻറ്റ് അറിയാതെ വരും, അല്ലെങ്കിൽ മ്യൂസിക്കലാവും. ഇങ്ങനത്തെ കുറച്ച് നമ്മുടെ എങ്ങനെ നമ്മൾ ഒളിപ്പിച്ച് വെച്ചാലും നമ്മുടെ ഷെയ്ഡ് എങ്ങനെയും കയറി വരും. ബേസിക്കലി എന്താ, നമുക്കൊരു സാധനം ചെയ്യാതെ അറിയാതെ പെട്ടിരിക്കുമ്പോൾ ആരെങ്കിലും ചെയ്തത് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ബേസിക്കലി അതല്ലേ ലൈബ്രറി പോയിട്ട് നമ്മൾ റെഫറൻസ് എടുക്കും. നിങ്ങളൊക്കെ ജേർണലിസം പഠിക്കുമ്പോൾ അങ്ങനെയല്ലേ, ലൈബ്രറി പോയി ഒരുപാട് റെഫർ ചെയ്യില്ലേ? ഇപ്പോഴും അതെ, ഗൂഗിളിൽ നേരെ സെർച്ച് ഗൂഗിളായി തോന്നുന്നില്ല ചേട്ടാ. ഏത് ആർട്ട് ഫോം ആണെങ്കിലും ഇൻസ്പിറേഷനോ റെഫറൻസ് ഇല്ലാതെ ഒന്നുമില്ല, ഒരിക്കലും ഇല്ല, ഒരു സാധനം പോലും ഇല്ലല്ലോ. അതേ ഉള്ളൂ. നമസ്കാരം. കേരള ക്രൈം ഫയൽസ് 2ാം സീസണിന്റെ വിശേഷങ്ങളുമായി അജു വർഗീസ് ആൻഡ് അഹമ്മദ് കബീർ. സ്വാഗതം. താങ്ക് യു. ഈ ഹിറ്റായി ഓടിയിട്ടുള്ള ഒരു 1ാം ഭാഗം, ആ വെബ് സീരീസിൻ്റെ അടുത്ത സീസൺ വരെയാണ്. അത് സ്വാഭാവികമായിട്ടും ചലഞ്ചിങ്ങും ആയിരിക്കും, അതേസമയം ഭയങ്കര പ്രോമിസിങ്ങും ആയിരിക്കുമല്ലോ. ഈ ഒരു ഇങ്ങനൊരു ഫേസിനെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ലേ? അതിനെങ്ങനെ കാണുന്നു? നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം വെച്ചാൽ സീസൺ 2 1 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വന്നാൽ 2 ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വെബ് സീരീസിൽ അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരണമെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ബാഹുൽ സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ വന്നപ്പോഴും അതും എക്സൈറ്റഡ് ആയി. പിന്നെ ഈ പറഞ്ഞ പോലെ അതായത് ഫസ്റ്റ് സീസൺ നല്ല ഹിറ്റ് ആയതുകൊണ്ട് പിന്നെ ആസ് എ മേക്കേഴ്സ് നമുക്ക് ഫസ്റ്റ് സീസൺ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമില്ല, എൻ്റെ ഉള്ളിൽ മാറ്റണമെന്നും ഉണ്ടായിരുന്നു. കാരണം അതുകൊണ്ട് അത് ചാലഞ്ചായിട്ട് ഇട്ടിട്ട് നമ്മളായിട്ട് തന്നെ ചെയ്യുന്നത്. കാരണം വെബ് സീരീസിൽ നമുക്ക് ഈ റിസ്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. സോ അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്തത്. എക്സൈറ്റ്മെൻ്റ് ആണ് ആക്ച്വലി. പിന്നെ ഇത് കുറച്ച് നാൾ മുമ്പ് ഇറങ്ങേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. കാരണം പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടതാണ്. കാരണം 1 ഹിറ്റായി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ 2ൻ്റെ ഇത് തുടങ്ങിയിരുന്നു. റിലീസ് ആക്ച്വലി കഴിഞ്ഞ ഓണത്തിനൊക്കെ ഇറങ്ങേണ്ടതായിരുന്നു. അപ്പോൾ ആ വെയിറ്റിംഗ് പീരീഡ് നമ്മളെല്ലാവരെയും എന്താണ് ഇറങ്ങാത്തതെന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഫൈനലി എല്ലാം ഈ ജൂണിൽ തന്നെ റിലീസുണ്ട്. എക്സൈറ്റഡ് ആണ്. ഈ 2ാം ഭാഗത്തിൽ വരുമ്പോഴും മനോജ് കുമാറിന് അതേ ട്രാവലാണോ എക്സ്പെക്ട് ചെയ്യുന്നത്? പക്ഷെ ട്രെയിലർ കാണുമ്പോൾ കുറച്ചുകൂടെ ഡീവിയേറ്റ് ചെയ്ത് പല പല ഭാഗങ്ങളിലേക്ക് പോകുന്നൊരു ഫീൽ ഉണ്ട്. സെക്കൻഡ് പാർട്ടിൽ എന്താണ് പ്രേക്ഷകർക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ചാൽ പഴയ ക്യാരക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. അജു ചേട്ടനും ലാൽ സാറും സഞ്ജു എല്ലാവരും ഉണ്ട്. കൂടാതെ നമ്മൾ ഇതിനകത്ത് ലീഡ് ചെയ്യുന്നത് അർജുൻ രാധാകൃഷ്ണനാണ്. സീസൺ 2 പിന്നെ ഈ കാലത്ത് 2024 നടക്കുന്ന കഥയാണ്. പിന്നെ ഫസ്റ്റ് സീസൺ ഒരു സിംഗിൾ പ്ലോട്ടായിരുന്നു, ഷിജുവിനെ അന്വേഷിക്കലായിരുന്നു. ഇത് പക്ഷേ സിംഗിൾ പ്ലോട്ട് അല്ല, ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ പല പല സ്ഥലത്തെ പോലീസ് ആൾക്കാരും എല്ലാം ജോയിനിങ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്രയൊക്കെ ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. ത്രില്ലറിൽ അതിൽ കൂടുതൽ ചോദിക്കാനും പറ്റില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ 2012 ആദ്യ സീസൺ നടന്നിരുന്നത്. ഇപ്പം 2024 വരുമ്പം ഈ മനോജ് കുമാറിനൊരു ട്രാവൽ ഉണ്ടായിരിക്കുമല്ലോ. അതേപോലെ മനോജ് ശ്രീധരനൊരു ട്രാവൽ ഉണ്ടായിരിക്കുമല്ലോ. അതേപോലെ ഇപ്പം ഒരു കുറച്ച് കാലഘട്ടത്തിന് ശേഷമാണ് 2ാം ഭാഗം വരുന്നത്. അതിൽ അജു വർഗീസ് എന്ന് പറയുന്ന നായകനും ഒരു ട്രാവൽ ഉണ്ടാവുമല്ലോ, നടനും ഒരു ട്രാവൽ ഉണ്ടാവുമല്ലോ. ഇത് കൂട്ടിമുട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആ ഒരു ആംഗിളിൽ ഞാൻ അതിനെ കണ്ടിട്ടില്ല. ഫിസിക്കലി എന്ത് വ്യത്യാസം അല്ലെങ്കിൽ ഒരു അപ്പിയറൻസിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ എത്ര വർഷം പിന്നോട്ടെന്നുള്ളത് പ്രസൻ്റായി എന്ന് പറഞ്ഞത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ബാക്കി പ്യുവർലി സ്ക്രിപ്റ്റ് എന്താണോ അല്ലെങ്കിൽ ഡയറക്ടർ എന്താണോ ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ ഇപ്പോൾ കണ്ടിന്യൂറ്റി പിടിക്കാനായിട്ട് എഫേർട്ട് എക്സ്ട്രാ വേണ്ടി വന്നു. മെൻ്റലി ഒരു സ്ട്രെയിൻ നമുക്കുണ്ട്. ബട്ട് ഇങ്ങനത്തെ ഒരു ടീമിനോടൊപ്പം നമുക്ക് അതൊരു സ്ട്രെയിനായി മാറില്ല. നമ്മുടെ ഒരു ഇൻസെക്യൂരിറ്റി വരും. നമുക്ക് അന്ന് മറന്നുപോയല്ലോ. അന്ന് 2-3 ദിവസം കഴിഞ്ഞ് നമ്മളതിൻ്റെ ട്രാക്കായിട്ടാണല്ലോ ഒരു 40-50 ദിവസം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാവുക ഫസ്റ്റ് പാർട്ട്. പിന്നെ ഇതിൽ 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ജോയിൻ ചെയ്യുമ്പം അന്നത്തെ നമുക്ക് പൂർണ്ണമായിട്ട് എൻ്റെ മനസ്സിലൊന്നുമില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഫിയറും. പക്ഷെ അത് അവിടെയാണ് നമുക്കൊരു ക്യാപ്റ്റൻ ഓഫ്
ദി പ്രൊജക്റ്റല്ലേ ഒരു ഡയറക്ടർ വരുന്നത്. പുള്ളിക്ക് ആ ഓരോ കഥാപാത്രങ്ങളുടെയും ഷെയ്ഡ്സും മാനറിസംസും ഓർമ്മയുണ്ട്. വേണ്ടതും പുതിയത് എന്ത് വേണമെന്നും വ്യക്തമായി അറിയാം. ഈ ഇവരുടെ ടീം തന്നെയാണല്ലോ രണ്ടാം ഭാഗത്തിലേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ ഓൾറെഡി സെറ്റായ ഒരു ടീമിലേക്ക് എക്സ്റ്റേണലി ഒരുപാട് പേര് കൂടെ വരികയാണല്ലോ. അതിലുണ്ടായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടോ? ഇല്ലില്ല, അത് ഇപ്പോൾ കേരള ക്രൈം ഫയൽസ് ആണ്. പല ഫയൽസ് ഉണ്ട്, പല ടീംസ് ഉണ്ട്. ഈ പ്രാവശ്യം വേറൊരു ടീമും വേറൊരു ഫയലുമാണ്. ആ ടീമിൻ്റെ ഫയലിൻ്റെയും ഇൻവെസ്റ്റിഗേഷൻ ജേർണിയിൽ ഒരു ജംഗ്ഷനിൽ നേരത്തെ ടീം ഒന്ന് വന്നു പോകുന്നതേ ഉള്ളൂ. അതൊരു കൈൻഡ് ഓഫ് എൻ എക്സ്റ്റെൻഡഡ് ക്യാമിയോ പോലെ നമുക്ക് പറയാൻ പറ്റും. മോർ ദാൻ എ ക്യാമിയോ, ഇറ്റ്സ് എ ക്യാരക്ടർ. പക്ഷേ നമുക്കിപ്പോൾ ഈ സ്റ്റേഷനിലായിരുന്നു ഞാനിപ്പോൾ കേസ് അന്വേഷിച്ചെങ്കിൽ, അപ്പുറത്തെ ദൂരെ ഒരു സ്റ്റേഷനിലെ ഒരു കേസിൽ എൻ്റെ സുഹൃത്താണെങ്കിൽ ആ സുഹൃത്ത് എന്നെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും എന്നുള്ളത് പോലെ ഉള്ളൂ. വേറൊരു സ്ഥലത്ത് ട്രിവാൻഡ്രത്ത് നടക്കുന്ന ഒരു ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ലാൽ സാർ ചിലപ്പോൾ അവിടെയും കൂടെ ഡെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ആയിട്ടുണ്ടാവാം. അതെ, അതിനുള്ളൊരു പ്രിവിലേജ് ഉള്ളൊരു കഥാപരിസരമാണല്ലോ കേരള ക്രൈം ഫയൽസ് എന്ന് പറയുമ്പോൾ. കേരളത്തിൽ ഉടനീളം സംഭവിക്കാവുന്നതോ അല്ലെങ്കിൽ സംഭവിച്ചതോ ആയ അല്ലെങ്കിൽ ഫിക്ഷനലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാമല്ലോ പല ക്രൈംസും. ഈ പറഞ്ഞത് ഒരു വെബ് സീരീസിന്റെ അഡ്വാൻറ്റേജ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ സിനിമ നമ്മൾ ഒറ്റ ട്രാക്കിൽ പോകുന്നതിന് പകരം വെബ് സീരീസുകളിലേക്ക് വരുമ്പോൾ പല ആളുകളിലൂടെ പല വിഷയങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ കിട്ടുന്നുണ്ട്. അതിന് എത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? ഭയങ്കര, കാരണം വെച്ചാൽ നമുക്കിപ്പം ഇപ്പം ഫസ്റ്റ് എപ്പിസോഡ് തീരുമ്പോൾ ഏത് സ്ഥലത്ത് നിർത്തിയതോ സെക്കൻഡ് തുടങ്ങുമ്പോൾ അതിന് നിർബന്ധമില്ല. പ്രോപ്പർ നമ്മളിപ്പം എല്ലായിടത്തും കണ്ട വെബ് സീരീസിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ. അപ്പം സീസൺ 1 സീസൺ 2 ആണ് കുറച്ചുകൂടെ ഒരു വെബ് സീരീസ് കറക്റ്റ് ഫോർമാറ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവം. കാരണം ഈ മൾട്ടിപ്പിൾ ലേയേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് പലരുടെയും ട്രാക്ക് നമുക്ക് ഇഷ്ടമുള്ള ടൈം ലൈനിൽ പറയാൻ പറ്റും. അങ്ങനത്തെ കുറേ ഫ്രീഡം ഉണ്ട്. പിന്നെ ഞാനിത്ര ബ്രീഫിംഗ് ഒന്നും ബാബുലിനോട് പറഞ്ഞിട്ടില്ല. അതായത് നമുക്ക് ഇവരെ ഇൻക്ലൂഡ് ചെയ്യണം, ഈ ഫ്രാഞ്ചൈസിയുടെ അടുത്ത സീസണാണ്, ഈ ക്യാരക്ടേഴ്സ് എനിക്ക് മസ്റ്റായിട്ട് വേണം, പക്ഷെ കഥ അവൻ്റെ നിനക്ക് ഇഷ്ടമുള്ള സ്കെയിലിൽ ഇഷ്ടമുള്ള രീതി ആലോചിക്കുന്നു പറഞ്ഞാണ് ആ ഫ്രീഡമാണ് കൊടുത്തത്. ബാക്കി സ്ക്രിപ്റ്റ് വന്നതിന് ശേഷമാണ് എല്ലാവരും ഇൻവോൾവ് ആയത്. ഈ ബാഹുലിൽ ആരെങ്കിലും പോലീസിലുണ്ടോ? ചാൻസ് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു അവന് ഡ്രാമ, മിസ്റ്ററി, ത്രില്ലർ അതാണ് താല്പര്യം. വായിക്കുന്നതും ആള് സിനിമാറ്റിക്കലി ആണ് കഥ ആലോചിക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പം ബാഹുലിന്റെ നരേഷനുകളില് കഥകളിൽ ആ ഒരു ഫീല് വന്നിട്ടുണ്ടോ? ഇല്ല, അവൻ ആക്ച്വലി ആദ്യം നറേറ്റ് ചെയ്യത്തില്ല. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു കഥ കിട്ടുമ്പം ഒരു ഐഡിയ പറയുക അല്ലെങ്കിൽ ഒരു പ്ലോട്ട് പറയുക, ജസ്റ്റ് ഒരു സീൻ പറയുക, ഇതൊന്നും ചെയ്യത്തില്ല. ആൾ എഴുതിയിട്ട് ഇത് അയച്ചു തരും മെയിലിൽ, നമ്മളത് വായിച്ചോണം. ഫുൾ സ്ക്രിപ്റ്റായിട്ട് അയക്കത്തുള്ളൂ. അത് വായിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് അവൻ വരത്തുള്ളൂ, എന്നിട്ട് ഡിസ്കഷൻ തുടങ്ങത്തുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ആളാണ്. അപ്പോൾ നമുക്കും എക്സൈറ്റ്മെൻറ്റ്. അവൻ എഴുതി അയക്കുന്ന ആ സമയത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് എന്താണ്, ഒരു ക്ലൂ ഇല്ല, എന്താണ് വരുന്നതെന്നോ എന്താണോ തരുന്നതെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതും 10 ദിവസത്തിലാട്ടോ അവൻ എഴുതി, അണ്ടർ 10 days എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അയച്ചു തന്നിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടാണ് അവനോട് ഡിസ്കഷൻ തുടങ്ങിയത്. ഈ തിരക്കഥ വായിക്കാന്ന് പറയുമ്പോൾ മുന്നേ അരിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് തിരക്കഥ മുഴുവൻ വായിക്കാൻ മടിയുള്ള ഒരാളാണ്, സ്വന്തം ഭാഗം ക്ലിയർ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് പറയുന്നുണ്ട്. പക്ഷെ വെബ് സീരീസിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പല ആളുകളുടെ കഥകൾ കൂടിയാണല്ലോ. അപ്പോൾ അവരെ കൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഈ ഫോർമാറ്റിന് മാറ്റമില്ല. അത് എവിടെ പരസ്യമാണ് പരസ്യം. പിന്നെ ഞാൻ തിരക്കഥ വായിക്കും, ഒരു പേജേ ഉള്ളൂ. വായിക്കാത്ത മടി കാരണമല്ല, മെമ്മറിയിൽ നിൽക്കുന്നില്ല. അത് വായനാശീലമുള്ളവർക്കേ അത് പറ്റുള്ളൂ. ഡയറക്ടേഴ്സിന് അത് ചെയ്തേ പറ്റൂ. അത് അവരുടെ ഉള്ളിൽ നിന്നുള്ള പാഷനിൽ വരുന്ന. എനിക്ക് മറ്റ് കഥാപാത്രങ്ങളുടെ ഇമോഷണൽ, എനിക്ക് മാനസിക വ്യാപാരങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമില്ല. എനിക്ക് ആ സർപ്രൈസ്, ഇപ്പോൾ KCF 2 കഥ എന്താണെന്ന് ഞാൻ റിലീസിങ് ദിവസം കാണാൻ ഞാൻ ഇരിക്കുക. ഡബ് ചെയ്യുമ്പോഴും ഉണ്ട്. ഇതറിയാതെ നമ്മൾ അഭിനയിച്ചിട്ട് ഡബ് ചെയ്യാൻ ചെല്ലുമ്പം ഇതായിരുന്നല്ലേ ആ കഥ, ഈ സീൻ ഇതായിരുന്നു. സീനൊക്കെ ചിലപ്പോൾ അറിയാട്ടോ, പക്ഷെ ഇതിന് മുന്നേ ഇത് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വന്ന, അല്ലെങ്കിൽ നമ്മൾ ചില ഫോണിൽ പറയുന്നത് ആരോടാന്നൊന്നും അറിയില്ലല്ലോ, ഇതെന്താ പറഞ്ഞു ഇതായിരുന്നു എന്നൊക്കെ ഉള്ളൊരു ഹൈ ഉണ്ട്. ആ എക്സ്റ്റംബർ എനിക്ക് ഭയങ്കര സർപ്രൈസ് ഇഷ്ടമാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഡയറക്ടേഴ്സ് ആക്ടറാണ്. നമ്മൾ ഈ പറയുന്ന സീൻ പഠിച്ച് സെറ്റായിട്ട് തന്നെ വരുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ സമയം ഒന്നും കളയത്തൊന്നുമില്ല, എല്ലാം പഠിച്ച് എല്ലാം സെറ്റായിട്ട് തന്നെ വരുന്നത്. ഈ അടുത്ത് ഇതേപോലെ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അയാൾ പറഞ്ഞു കേട്ടാണ്, നിങ്ങൾക്ക് സിനിമ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ദയവ് ഇത് സിനിമ കാണാൻ തീരുമാനിച്ചൊരു സിനിമയാണെങ്കിൽ അതിൻ്റെ ട്രെയിലറോ ടീസറോ കാണില്ലേ,
ഞാൻ ചില എക്സൈറ്റ്മെന്റ് ഉള്ള സാധനത്തിന്റെ ട്രെയിലർ കാണാതെ ഒന്നും കാണാതെ പോകും. കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് അതെ 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 അതെ. ഈ കഥാപാത്രത്തിന്റെ റെഫറൻസിനെ കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുള്ള റിയൽ അന്താക്ഷരിയിലെ സൈജു ചേട്ടന്റെ റെഫറൻസ് എടുത്ത് എങ്ങനെയാണ് ദാസ് എന്ന ക്യാരക്ടറിനെ മനോജിലേക്ക് കണക്ട് ചെയ്യുന്നത്? സൈജു ചേട്ടൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ല, അതിനെ കണക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഈസിനെസ് ഉണ്ട് സൈജു ചേട്ടൻ. സൈജു ചേട്ടൻ അന്താക്ഷരിയിൽ അല്ലെങ്കിൽ മുഖത്തിലെ ലാൽ സാറിൻ്റെ ക്യാരക്ടർ, ഇതെല്ലാം ഒരു നമ്മളുടെ മുന്നേ ഉള്ള ഒരു വാർപ്പ് മാതൃകകൾ. പോലീസ് എന്ന് പറയുമ്പോൾ ഒരു മസിൽ പിടിച്ച് ഒരു ഒരു ഡയലോഗ് റെൻഡറിങ്ങിന് എപ്പോഴും പവർഫുൾ ത്രോ ഉള്ള കഥാപാത്രങ്ങളല്ല. നമുക്ക് ചുറ്റുവട്ടത്തുള്ള സാധാരണക്കാരെ പോലുള്ള വ്യക്തികൾ പോലീസിന്റെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അത്. എൻ്റെ കഥാപാത്രം മനോജ് ശ്രീധർ വന്നപ്പോൾ അഹമ്മദ് എന്നെ ഒറ്റ വരിയിൽ ബ്രീഫ് ചെയ്ത് എന്നെ കൺവിൻസ് ചെയ്യുന്നതിന്, ഓരോ ആക്ടറിനെയും ബ്രീഫ് ചെയ്യുന്ന പല രീതികളായിരിക്കും. എന്നെ വളരെ ഈസിലി അദ്ദേഹം അത് മനസ്സിലാക്കിച്ചത് റിയൽ ലൈഫിൽ ഈ മനോജ് ശ്രീധർ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറാണ്. അദ്ദേഹം മാഷായിരുന്നു പോലീസിൽ വരുന്നതിന് മുന്നേ. അപ്പോൾ മാഷ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അന്ന് കുറച്ചും കൂടി ഈസി ആയി. ബിക്കോസ് ഞാൻ KCF 1 മുന്നേ തൊട്ട് കഴിഞ്ഞ ആഴ്ച അഭിനയിച്ചത് സ്ഥാനാർത്ഥി ശ്രീകുട്ടനാണ്. സോ എനിക്കപ്പോൾ പെട്ടെന്നൊരു മാറ്റം വേണ്ടി വന്നില്ല. മാഷാണ്, ഐ എം ട്രെയിൻ ദെയർ. മാഷ് യൂണിഫോം ഇടുന്നു. അപ്പൊ അത് സൈജു ഏട്ടൻ അന്താക്ഷരിയിൽ ഞാൻ എടുത്തു പറയുന്ന ഒരു ഷോട്ട്. ബിബിനോടും ഞാൻ ചോദിക്കാറുള്ളത്, അദ്ദേഹം ഈ റബ്ബർ പുരയിടത്തിലൂടെ വന്ന ആ റബ്ബർ ഷെഡിൽ വന്നിട്ട് നടന്നു വരുന്നത് ഒന്ന് സ്ലിപ്പാവും, സ്ലിപ്പായിട്ട് ബാലൻസ് പിടിച്ചിട്ട് വരും. നാച്ചുറലി അതൊരു ആക്ടർ സാധാരണ അവിടെ ഒന്നുകൂടെ പോവാം, പിന്നെ സ്ലിപ്പ് പോലീസ് കറക്റ്റായിട്ട് വന്നു. പക്ഷെ ബിബിൻ അതാ വെച്ചേക്കുന്നത്. അതായത് ഇവർ സാധാരണ മനുഷ്യരാണ്, ഇവര് തെന്നും വീഴും അല്ലേ, ഇവർക്ക് ഡയലോഗ് പറയുന്ന ഇടയ്ക്ക് സ്പീച്ച് എന്താ പറയാ ഇടറും. പക്ഷെ സിനിമാറ്റിക്കലി നമ്മൾ കണ്ടേക്കുന്നത് എങ്ങനെയാ, വെരി അതിനെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഈ ക്യാരക്ടേഴ്സ്. ഈ പറഞ്ഞ പോലെ പല ക്യാരക്ടേഴ്സിനെ ഒന്നിച്ചുകൊണ്ടുവരാണ്, പലരും പല ഷെയ്ഡിലാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരാളും ചിലപ്പോൾ അടുത്ത ആളും തമ്മിലൊരു കണക്ഷൻ പോലും ഉണ്ടാവില്ല. ഇത് ഡയറക്ടറിന്റെ മനസ്സിലാണല്ലോ ഈ ആളുകൾ തമ്മിലുള്ള കണക്ഷൻ, ആളുകളുടെ ഷെയ്ഡ് ഏതൊക്കെയാണെന്നുള്ളത്. ഇത് വെബ് സീരീസിലേക്ക് പ്രത്യേകിച്ച് വരുമ്പോൾ ഇത് മൾട്ടിപ്പിൾ ആണ്. ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നത് ഈസിയാണോ? എന്താ പ്രോസസ്സ് വരിക? നമുക്കും ഇപ്പം നിങ്ങൾ ഇത് ഇറങ്ങി കഴിയുമ്പോൾ കാണുന്ന അതേ ഇതിലാണ് ബാഹുൽ ഇത് വായിച്ചിട്ട് ഞാൻ അവനെ എഴുതി അയച്ചത് ഞാൻ വായിക്കുമ്പം എനിക്കൊരു സീരീസ് കണ്ട ഫീൽ തന്നെയാണല്ലോ. അപ്പോൾ ഞാനത് ആദ്യം ഒരു ഓഡിയൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് വായിക്കുന്നത്. പിന്നെ രണ്ടാമത് ഞാനിത് എങ്ങനെ ചെയ്യും എന്നുള്ള സംഭവത്തിൽ ഡിസ്കഷൻ തുടങ്ങും. നമ്മളിതിൽ ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കി അത് നല്ല ടൈം എടുത്ത് തന്നെ ആലോചിച്ചിട്ട് പിന്നെ നമുക്കൊരു ഫുൾ ടീമുണ്ട്. ഇപ്പം അസിസ്റ്റൻസ്, എൻ്റെ ഡയറക്ഷൻ ടീമും എഡിറ്ററും ക്യാമറമാനും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പ്രീ പ്രൊഡക്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ ഇരിക്കുമ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് ആലോചിച്ച് എവിടെയെങ്കിലും അങ്ങനത്തെ പ്രശ്നമുണ്ടോ, അങ്ങനത്തെ ഡിസ്കഷൻ ബാഹുലും ഉണ്ട്, ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്നത്, അതായത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സാധനത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് നമ്മളെല്ലാം ഇവിടം വരെ എത്തിക്കുന്നത്. ഈവൻ ഇറങ്ങുമ്പോഴും നമ്മൾ ഈ ഉദ്ദേശിച്ച എക്സൈറ്റ്മെൻറ്റ് ബാക്കിയുള്ളവർക്കും കിട്ടുമോ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതാണ്. അപ്പം അയച്ചേട്ടൻ പറഞ്ഞ പോലെ ഇത് എല്ലാം നമുക്കറിയാം ഇത് എവിടെ എത്തുന്നതെന്നും ഈ ലിങ്കെല്ലാം. അത് ഓഡിയൻസിനും കൂടെ അത് ആ ഫ്ലോയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിങ്ങളുടെ ടീമാണ് സ്ഥിരമായിട്ട് ആബിദയിൽ വരുന്നത്. സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഒരേ സ്ഥലത്ത്, പൊറോട്ടയും ബീഫ് ചാപ്സ്. ഞാനത് കുറേ ബീഫ് ബിരിയാണി അടിപൊളി. അതായത് കുറേ പേരെ ഞാൻ ചീത്തയാക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഇത് കഴിച്ച് രാവിലെ ഇതിനകത്ത് അഭിനയിച്ച രഞ്ജിത്ത് സേഗർ ആക്ടറുണ്ട്, പുള്ളീനെ ഞാൻ കൊണ്ടുവരും. അതെ അതെ അതെ, എൻ്റെ സ്റ്റോറി കണ്ടിട്ട് കുറേ പേര് പോയിട്ടുണ്ട്. സ്ഥിരം അവിടെ കാക്കനാടാണത്, വാഴക്കാല. Okay, coming back to ബീഫ് ചാപ്സ്. ഈ വെബ് സീരീസിൽ വരുമ്പം ഇത് ഡയറക്റ്റ് OTT ആണ്, ഡയറക്റ്റ് ആളുകളുടെ കയ്യിലേക്കാണ് എത്തുന്നത്. അപ്പോൾ പലപ്പോഴും പല ആളുകളും OTT പ്ലാറ്റ്ഫോമിന്റെ ഒരു ടെൻഷൻ പറഞ്ഞിട്ടുള്ളത് ആളുകൾ പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കും, മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് വരും, അതിനെ ക്രിട്ടിസൈസ് ചെയ്യും, പോസ്റ്റുകൾ വരും. ഇത് പ്ലാനിങ്ങിന്റെ സമയത്തെ ഒരു ടെൻഷൻ ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു. അത് ശരിക്കും ഒരു പ്രഷറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? കൂടുതൽ നമ്മൾ ചിലപ്പോൾ നോട്ട് ചെയ്യുന്ന ഈ VFX അങ്ങനത്തെ സാധനങ്ങൾ കുറച്ചുണ്ടെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ വരുമ്പം പെട്ടെന്ന് കിട്ടുമെന്ന് പറയുന്ന സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ അത് മെയിൻലി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അല്ലാതെ നമുക്കൊരു അഡ്വാൻറ്റേജ് ത്രില്ലർ ആയതുകൊണ്ട് ആൾക്കാർ നിർത്തിയിട്ട് പോകത്തില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, ഇതെന്താ ആവാൻ പോകുന്നത് എന്നുള്ള സംഭവം. അതുകൊണ്ട് വിഷ്വൽ സീൻ വൈസ് ആ ടെൻഷനില്ല.
ഗ്രാഫിക്സോ CG വർക്കോ ഉണ്ടെങ്കിൽ അതിനെ മാക്സിമം ഒന്ന് പെർഫെക്റ്റ് ആക്കണം എന്നുള്ള സംഭവം അതെപ്പോഴും ആലോചിക്കാറുണ്ട്. അത് വേറൊരു ഫിലിം വരുമ്പോഴും ചിലപ്പോൾ നമുക്കത് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് വരല് എന്ന് ആലോചിക്കാറുണ്ട്. ചേട്ടൻ അങ്ങനത്തെ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനത്തെ അങ്ങനത്തെ റിവ്യൂസ് സഡൻ ആയിട്ടാണല്ലോ റിവ്യൂസ് വരിക, അപ്പം മുഖത്തടിച്ച പോലെയുള്ള റെസ്പോൺസസ് വരും, അതിനെ ഭയപ്പെടാറുണ്ടോ? ഇല്ല, ഞാൻ അതിന് ക്രിയേറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് എടുക്കാറുള്ളൂ. ഹെൽപ്ഫുൾ ആയിട്ടുള്ള റിയൽ ആയിട്ട് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അതിനെ എൻ്റെ കറക്ഷൻ യൂസ് ചെയ്യും. അല്ലാതെ ഇപ്പം അല്ലാതെ ആരും ഇന്നുവരെ പറഞ്ഞിട്ടില്ല, വെറുതെ പറയാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലേ പറഞ്ഞിട്ടുള്ളൂ. നല്ലത് കാണുമ്പോൾ ഇപ്പം നല്ലതും പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന പോലെ തുടക്ക കാലഘട്ടങ്ങളിൽ തമാശകളായിരുന്നെങ്കിൽ പിന്നീട് പല ഷെയ്ഡുകളിലേക്ക് പോയിട്ടുള്ള ആക്ടർ കൂടെയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിലൊക്കെയും ആളുകൾക്ക് ആദിച്ചേട്ടനെ ഭയങ്കര ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഫീലാണ്. ആളുകൾക്ക് അത്രയും സ്നേഹം ഉണ്ടാകുന്നുണ്ട് അജു വർഗീസ് എന്ന് പറയുന്ന ആക്ടറോട്, വ്യക്തിയോട്. അതൊരു സ്പെഷ്യൽ ഫീലിംഗ് അല്ലേ? എത്ര നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് പോയി കഴിഞ്ഞാലും ആളുകൾ അജിച്ചേട്ടനല്ലേ എന്ന് ചോദിക്കുന്നതിൽ ബ്ലെസ്സിങ് ആണ് അത്. നമ്മൾ അന്ന് ചെയ്ത കഥാപാത്രങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് പ്രിവിലേജ് ആണ് അവർ തരുന്നത്. ആ ഫസ്റ്റ് ഇംപ്രഷൻ അത് ഇന്നവേ അത് ഡിസഡ്വാൻറ്റേജ് ആണ്, ഇന്നവേ കാര്യം അത് ബ്രേക്ക്. പക്ഷെ അതെന്താ അറിയോ, അത് നിലനിൽക്കുന്നതാണ് എപ്പോഴും സേഫ്. കാര്യം മുന്നോട്ട് അവർ നമ്മുടെ ഒരു വർക്ക് കാണാൻ താല്പര്യപ്പെടുന്നതിൻ്റെ റീസൺ അതാ. ഹെലൻ കണ്ടിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഉള്ള എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടാണെങ്കിലും ഇതൊരു സിനിമയാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉള്ളവരാണല്ലോ നമ്മുടെ പ്രേക്ഷകർ. അതുകൊണ്ട് അത് നല്ല കാര്യമാണ്. ഈ OTT വെബ് സീരീസുകളിൽ സജീവമാണ്. നമ്മൾ നേരത്തെ ഇങ്ങനെ തമാശയായിട്ട് ഇങ്ങനെ പറയായിരുന്നു, അജിച്ചേട്ടൻ ഹോട്ട്സ്റ്റാറിന്റെ ഒരു ഹോട്ട്സ്റ്റാർ ഹോട്ട്സ്റ്റാറായിട്ടുള്ള ഒരു കണക്ഷൻ എന്താ? അങ്ങനെ ഒരു ഞാൻ പ്ലാൻ ചെയ്തൊന്നുമില്ല. ഇദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞ് ഹോട്ട്സ്റ്റാറിൽ എനിക്കൊരു വെബ് സീരീസ് തന്നു. അവിടുന്ന് സംഭവിച്ചാൽ ഇത് 3 ഇതുവരെ വന്നത്, ബാക്കി 2 എന്നിലോട്ട് വന്നതാണ് ഇതേപോലെ. അപ്പം ഒരെണ്ണമാണ് ഞാൻ പേരിലൂരാണ് ഞാൻ ചോദിച്ചത്, ആ സൈക്കോ ബാലചന്ദ്രനെ. അതങ്ങനെ ഇതിപ്പോൾ എന്താ പറയുക, ഇത് കഴിഞ്ഞിപ്പോൾ ഹോട്ട്സ്റ്റാറായിട്ട് ഒന്നും വരാനില്ല, അങ്ങനെ നമുക്കൊന്നും വെക്കാൻ പറ്റില്ല. പക്ഷേ ഈ സീസൺ ഈ ഒരു ട്രാവൽ അത് എൻ്റെ കരിയറിൽ ഒരുപാട് ഒരു കഥാപാത്രത്തിനെ ഒരുപാട് നേരം എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് വെബ് സീരീസിൻ്റെ ഗുണം. നമ്മൾ KCF 1 സമയത്ത് പറഞ്ഞിരുന്നു, ഇതൊരു പുതിയ എക്സ്പെരിമെൻ്റ് ആണ്, ഇതിവിടെ സക്സസ്ഫുൾ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ഇതുവഴി ഒരുപാട് നടീനടന്മാർക്ക്, ടെക്നീഷ്യൻസിന് ഒരു പുതിയ മേഖലയിൽ അവരുടെ ഇഷ്ടമുള്ള ജോലി ചെയ്യാം. സിനിമ എപ്പോഴും അതിന് അവസരം കിട്ടില്ല. അപ്പോൾ എസ്പെഷ്യലി ഞങ്ങളെപ്പോലുള്ള ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ടയർ 3 ടയർ 4 ആക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന ബിസിനസ് പരമായുള്ള ആക്ടേഴ്സ് അല്ല ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് ഇതേപോലത്തെ ലോങ് ഫോർമാറ്റ് ടെസ്റ്റ് കളിക്കാം. അത് നമ്മൾ ഒരുപാട് ഇപ്പം ഹിന്ദി വെബ് സീരീസുകളിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പൊ പങ്കജ് ത്രിപാഠിയെ പോലുള്ള ആക്ടേഴ്സ് അവർ കൂടുതൽ വിസിബിൾ ആവുന്നത് ഒരു പക്ഷേ വെബ് സീരീസ് വന്നതിലൂടെയൊക്കെ തന്നെയാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു വെബ് സീരീസ്, അതും ത്രില്ലർ സീരീസ് ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തു വരുമായിരുന്നു. അത് ഭയങ്കര ചലഞ്ചിങ് അല്ലേ? ഇപ്പൊ പറഞ്ഞ പോലെ ഇത്ര വലിയൊരു ഉത്തരവാദിത്വം കൂടെ കയ്യിൽ വരികയല്ലേ? അത് ഏറ്റെടുക്കാൻ പ്രത്യേകിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് ഇതൊരു സിനിമയാക്കി കൂടായിരുന്നോ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അതിനോടുള്ളൊരു ടേക്ക്. സംഭവം ആദ്യം നമ്മൾ കഥ പറയുമ്പം വെബ് സീരീസ് ഫോർമാറ്റ് എന്നുള്ള സാധനം പറഞ്ഞു, നമുക്കൊരു ത്രെഡേ ഉള്ളായിരുന്നു. അത് പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ എപ്പിസോഡിക്കലായിട്ട് എഴുതി നോക്കി. അപ്പോഴാണ് അറിയുന്നത് ഇത് ഫസ്റ്റാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ടെൻഷനേക്കാളും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ക്വാളിറ്റി എങ്ങനെയാലും ഇപ്പോൾ നമ്മൾ ഹിന്ദിയിലൊക്കെ കാണുന്ന പോലെ പാതാളിലൊക്കെ ഡൽഹി ക്രൈമൊക്കെ പോലെ ആ ക്വാളിറ്റി അച്ചീവ് ചെയ്യണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ച് കാസ്റ്റിങ്ങിലേക്ക് വന്നപ്പം നമ്മുടെ കഥ ഭയങ്കര സിമ്പിളാണ്. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ സൂപ്പർ കോപ്സ് എന്ന് പറഞ്ഞ സാധനത്തിനെ മാറ്റിയിട്ട് നോർമൽ പോലീസുകാർ എങ്ങനെയായിരിക്കും, അങ്ങനെ കാസ്റ്റിംഗ് ആലോചിച്ച് വന്നപ്പോൾ ആൾക്കാർക്ക് ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത്. അപ്പോൾ അജു ചേട്ടൻ പിന്നെ ലാൽ സാർ, ആ ഒരു അജു ചേട്ടനും ലാൽ സാർ തമ്മിലുള്ള കോൺട്രാസ്റ്റ്, അങ്ങനെയാണ് നമ്മൾ ഈ കാസ്റ്റിങ്ങിലേക്ക് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റിൻ്റെ ഇത് നമ്മൾ സക്സസ് ആയപ്പം ഓക്കെ ഇതിന് സീസൺ കൊണ്ടുവരാം, അങ്ങനെയാണ് ആലോചിച്ച് വന്നത്. അങ്ങനെ ടെൻഷനായിട്ട് ആലോചിച്ചില്ല. വരുമ്പം ഈ പറഞ്ഞ പോലെ വെളിയിലുള്ളവർ, കേരളത്തിന് പുറത്തുള്ളവർ കാണുമ്പോഴും ഓക്കെ ഇവർ അച്ചീവ് ചെയ്തല്ലോ. കാരണം ഫസ്റ്റ് നമ്മുടെ വരുന്ന ഹിസ്റ്ററി എനിക്കറിയാം. അപ്പോൾ കൊണ്ട് കുളമാക്കി ഇവന്മാർ നശിപ്പിച്ചെന്ന് പറയിപ്പിക്കല്, അതായിരുന്നു മെയിൻ എയിം. അതായത് ഒരു അവസരം കിട്ടിയത് ഫസ്റ്റ് കാരണം അറിയാമല്ലോ ഇവിടെ എത്ര ആർട്ടിസ്റ്റ് ഉണ്ട്, എത്ര എന്നെക്കാളും സീനിയേഴ്സ് ആയിട്ടുള്ള കുറേ പേരുണ്ട്. അപ്പോൾ നമുക്കിത് കിട്ടുമ്പം അതിനെ ഒരു സീരിയസ് ആയിട്ട് എടുത്ത് അങ്ങനെ തന്നെയാണ്. കാര്യം എവറി ടൈം ഒരു അവസരം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത്
എന്നും എനിക്ക് തോന്നുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് വളരെ പാടാണ്. അത് എത്ര സീനിയോറിറ്റി ഉള്ള ആളാണെങ്കിലും ശരി, എത്ര എക്സ്പീരിയൻസ് ആളാണെങ്കിലും ശരി, ഒരു ചാൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് വർത്ത് ഒരുപാട്. അതിനെ നമ്മൾ ഒട്ടും വില കുറച്ച് കാണരുത്. ഇതിപ്പോൾ രണ്ടാമത്തെ സീസൺ വരുമ്പോൾ കുറച്ചുകൂടെ വലിയ കാസ്റ്റ് ആൻഡ് ക്രൂ അതിനകത്തേക്ക് വരുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിൽ അത് കുറച്ചുകൂടി ഈസി ആയോ? ഫസ്റ്റ് പാർട്ട് കാണിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഈസി എന്നല്ല, നമ്മൾ ഫസ്റ്റ് പാർട്ടിനെക്കാളും മാറ്റം വേണം. ചെയ്തത് വീണ്ടും ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഇതിനകത്ത് പോലീസുകാരുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. മറ്റിപ്പം അതിനകത്ത് സഞ്ജുവിൻ്റെ ഒക്കെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, ഫുഡിൻ്റെ, നവാസിക്കയുടെ, അങ്ങനത്തെ, അതായത് ഫാമിലി ഭയങ്കരമായിട്ട് ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ ഫാമിലി ലൈഫോ പേഴ്സണൽ ലൈഫോ ഇത് പ്യുവർലി ഇൻ ടു കേസ്, സീരിയസ്നെസ് ആയിട്ടുള്ള കേസ് അന്വേഷണത്തിൽ തന്നെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. കാരണം അത് ഈ കേസിൽ തന്നെ കുറേ കോംപ്ലിക്കേഷൻസും ലെയേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം കൂടുതലും നമ്മൾ ഫസ്റ്റിനെക്കാട്ടിലും അതുകൊണ്ട് ആ ലെയർ മാറ്റി ഫസ്റ്റിൽ നമ്മൾ ഇവരെ ഒന്ന് പ്ലേസ് ചെയ്യുക ഈ യൂണിവേഴ്സിൽ, അവരുടെ ഫാമിലി കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ക്യാരക്ടറിനെ മനസ്സിലായിപ്പിക്കുക. ഇവർ 10 വർഷം കഴിഞ്ഞ് ഇവർക്കൊരു കേസ് ഉണ്ടായാൽ ഇവരെങ്ങനെ ഡീൽ ചെയ്യും, ഇതാണ് മെയിൻലി ഫോക്കസ് ചെയ്തത് സെക്കൻഡിൽ. പിന്നെ സ്കെയിലപ്പ് ചെയ്യുക. ഫസ്റ്റ് സീസൺ പോലെ ഒരു സ്ഥലത്ത് ഒതുങ്ങാതെ പല പല ലൊക്കേഷൻസും പല പല സ്ഥലങ്ങളും നമുക്ക് ഉറപ്പായിട്ടും, ഇപ്പോൾ ഇത്തവണ നമുക്ക് തന്നെ പ്രൊഡക്ഷനും കിട്ടിയത്, സോ നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ടായിരുന്നു. സോ അങ്ങനെ സ്വന്തം പ്രൊഡക്ഷനും കൂടെയാണല്ലോ വരുന്നത്. ഒന്നുമില്ല, എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാ ഡയറക്ടേഴ്സിനും ഉണ്ട് വരുമ്പം ഒരു പ്രൊഡക്ഷൻ ഹൗസൊക്കെ തുടങ്ങണമെന്ന്. അപ്പോൾ വന്നപ്പോൾ നമ്മൾ പേര് കുറേ തപ്പി, ഇത് കേട്ടപ്പോൾ ഓക്കെ കൊള്ളാവുന്നുള്ള സാധനം. ഒന്നുമില്ല, അത് ഒരു ഫ്രേസാണ്, അതായത് ഇറ്റ്സ് നോട്ട് എ മങ്കി ബിസിനസ് എന്നൊക്കെ പറയാം, അതായത് ചില്ലറക്കാര്യം അല്ല എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ പേരിനൊരു അട്രാക്റ്റ് ഉണ്ടല്ലോ, അപ്പം അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് കാശ് മങ്കി ബിസിനസ് പറ്റിച്ചാലും കുഴപ്പമില്ല, കറക്റ്റ്. ഈ ജൂൺ വന്ന സമയത്ത് അതിനകത്തുണ്ടായിരുന്ന ഒരുപാട് ക്രിറ്റിസിസം മധുരത്തിന്റെ സമയത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മധുരത്തിന് ശേഷവും ചെയ്യുന്ന സിനിമകൾ ഇതിൽ രണ്ടിന്നും വ്യത്യസ്തമാണെന്നും പറഞ്ഞിരുന്നു. പക്ഷെ ഈ 3 ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. ഇപ്പൊ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അതുകൂടെ ബ്രേക്ക് ചെയ്യാണ്. ഈ സ്വയം ഇതിനെല്ലാം ജഡ്ജ് ചെയ്ത് അടുത്ത് അതിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളാണ്. നിർബന്ധമല്ല, മെയിൻലി ഞാൻ അസിസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ്ലി ജൂൺ ചെയ്യുമായിരുന്നു. ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ സിനിമ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ. കാരണം ജൂൺ കഴിഞ്ഞപ്പം എനിക്ക് ആഗ്രഹം അതിനെക്കാട്ടിലും ബെറ്ററാണ്. ഞാൻ വേറെ വർക്കൊന്നും കണ്ടാതെ ഞാൻ എൻ്റെ ഫിലിമിനെക്കാട്ടിലും മാറ്റം വേണം. പിന്നെ വന്നത് എനിക്ക് മധുരമാണ്. മധുരം പക്ഷേ പ്ലാനിൽ വന്ന പടമല്ല, പക്ഷെ മധുരം വന്നപ്പോൾ എൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും എല്ലാം മാറണം എന്നുള്ള സാധനം, അങ്ങനത്തെ ഒരു ത്രെഡ് അങ്ങനെ മാറുന്നു. അപ്പോൾ ഇത് രണ്ടും ഫീൽ ഗുഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ത്രില്ലറിൻ്റെ ഒരു ഇത് വന്നപ്പോൾ ഓക്കെ, ഇതിൽ നിന്ന് എൻ്റെ ജോണർ വ്യത്യാസമാണ്, അപ്പോൾ അതിൽ നിന്നും കൊണ്ടുവരാം. പക്ഷേ ഹ്യൂമൻ റിലേഷൻ അത് നമ്മുടെ ഇതുള്ളതാണല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഒരു ലവ് അങ്ങനത്തെ റിലേഷൻസ് വരുമ്പം അതിനകത്ത് എന്തായാലും ചേർച്ച. പിന്നെ ഈ എൻ്റെ ഡയറക്ടേഴ്സ് അവന്മാരെല്ലാം കളിയാക്കും ഫുഡിൻ്റെ എലമെൻറ്റ്. ഇപ്പം ഞാൻ ഏത് സീൻ വന്നാലും നമുക്കെന്തൊന്ന് ചായ പിടിച്ച് അങ്ങനെ ചെയ്താലോ, അല്ലെങ്കിൽ ടേബിളിലിരുന്ന് ഇങ്ങനെ സീനിലൊരു ഫുഡിൻ്റെ എലമെൻറ്റ് അറിയാതെ വരും, അല്ലെങ്കിൽ മ്യൂസിക്കലാവും. ഇങ്ങനത്തെ കുറച്ച് നമ്മുടെ എങ്ങനെ നമ്മൾ ഒളിപ്പിച്ച് വെച്ചാലും നമ്മുടെ ഷെയ്ഡ് എങ്ങനെയും കയറി വരും. അതെ, എന്തെങ്കിലുമൊക്കെ സാധനം പുറത്ത് വരും. അപ്പം അതുകൊണ്ടാണ് അതെങ്ങനെയും അങ്ങനത്തെ സംഭവം വരും. അപ്പം അതുകൊണ്ടായിരിക്കും. ഇപ്പം എന്തുണ്ടെങ്കിലും ഹ്യൂമൻ വാല്യൂസ് എന്തായാലും അതിനകത്ത് എങ്ങനെയൊക്കെ വരും, അത് ഉറപ്പായിട്ടും കാണും. അല്ലെങ്കിൽ കഥ പറയാൻ പറ്റില്ല. ഈ മുന്നത്തെ കാലഘട്ടങ്ങളിൽ ചെയ്തു വെച്ച തമാശകൾ പലപ്പോഴും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒക്കെ ബേസിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ക്രൈം ഫയൽസ് ഫസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ മനോജ് എന്ന് പറയുന്ന ക്യാരക്ടർ കുറേ കൂടെ എംപത്തറ്റിക്കലാണ്. ആൾക്ക് ഇപ്പോൾ ഒരു സെക്സ് വർക്കറിൻ്റെ മകളെ ആൾ കൺഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് അമ്മ ജോലിക്ക് പോയതെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുന്ന ഇമോഷൻ അല്ല മനോജിലേക്ക് ഉണ്ടാവുന്നത്. ഈ ഒരു മാറ്റം, അതായത് കുറച്ചുകൂടെ ക്രിട്ടിക്കലാവുന്ന, കുറച്ചുകൂടെ ഡീപ്പാവുന്ന ഒരു മാറ്റം ആഫ്റ്റർ കോവിഡ് അങ്ങനെ ഒരു അനാലിസിസ് സ്വയം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ക്യാരക്ടേഴ്സിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഇല്ല, മനോജ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആയതുകൊണ്ട് തന്നെ, ആ വ്യക്തി ഞാൻ പറഞ്ഞില്ല ഒരു മാഷായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രീതി ഈ മനോജിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ അഹമ്മദ് അദ്ദേഹമായിട്ട് ഇരുന്നിരുന്നു. അപ്പോൾ അത് ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സഭ്യത അല്ലെങ്കിൽ ആ ഒരു മാന്യത കാണിക്കേണ്ടടുത്ത് അതിനുള്ള സെൻസിബിലിറ്റി ഉള്ള കഥാപാത്രമാണ് മനോജ് എന്ന് പറഞ്ഞിരുന്നു. ഇല്ല, മനോജ് ഒരു മനസ്സിൽ അങ്ങനത്തെ ഒരു വൾഗാരിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല, അയാൾക്കൊരു ഒരു ചെറ്റയായിരുന്നെങ്കിൽ അയാളുടെ റിയാക്ഷൻ വേറെ തന്നെ വന്നേനെ. അത് ക്യാരക്ടർ ഡിഫൈൻഡ് ആണ്. സിനിമയിൽ
ഇപ്പം ചോദിച്ച ചോദ്യത്തിന് ഇന്ന് കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് നടന്മാർ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു കാര്യവും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇപ്പം ഞാൻ നല്ലവനായിട്ടുള്ളൊരു ക്യാരക്ടറെ പ്ലേ ചെയ്യുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം എൻഡോസ് ചെയ്യില്ല. എന്നാൽ ഞാൻ വളരെ മോശമായിട്ടുള്ളൊരു കഥാപാത്രം ഡെപ്പിക്റ്റ് ചെയ്യുന്നെങ്കിൽ എനിക്ക് ഇപ്പം എല്ലാത്തിനും ഫ്രീഡം ഉണ്ട് താനും. ഞാൻ അവസാനം അല്ല പണ്ടാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കില്ല, ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ട്. കുറേ കൂടെ അല്ല, നല്ല രീതിയിൽ എല്ലാവരും കോൺഷ്യസ് ആയിട്ടുണ്ട്. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രേക്ഷകർ അങ്ങനത്തെ തമാശകൾ എൻജോയ് ചെയ്യുന്നില്ല. എൻജോയ് ചെയ്യുന്നില്ലാത്തൊരു സാധനം ഞങ്ങൾ മെനക്കെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, വെറുതെ നമ്മൾ ഏറി പോകുന്നല്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അവരുടെ അടുത്ത് ചോദിക്കും. ഒരുപാട് ക്രിഞ്ചെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഒരുപാട് നന്മ ഉപദേശങ്ങൾ ഉപദേശിക്കാം, പ്രീച്ചിങ് ആവാതെ. അതിനെ ഇന്നത്തെ തലമുറ എന്നൊന്നുമില്ല, ഇതൊക്കെ ആ ഒരു ഏജിൻ്റെ. നമുക്കും 18 വയസ്സായിരുന്നപ്പോൾ നമ്മളെ ഒരാൾ ഉപദേശിക്കുന്ന ഇഷ്ടമല്ല. ഇപ്പോഴും നമ്മളൊരാൾ പിടിച്ച് 1 മണിക്കൂർ ഉപദേശിച്ചാൽ നമുക്ക് ദേഷ്യം പറ്റില്ലേ? അപ്പം അതിൻ്റെ ഭാഷയിലുള്ള വ്യത്യാസം, മിനിമൽ വേർഡ്സിലോട്ടൊക്കെ പോകാം, റൈറ്റായിട്ട് പറയാമല്ലോ. ഇപ്പോൾ വാഴ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ മനോഹരമായിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുടുംബ ബന്ധങ്ങളെ ഡിമോഷൻ അവർ പറഞ്ഞില്ലേ? അല്ലെങ്കിൽ അവർ എണീറ്റ് പോകും, പക്ഷെ എന്നിട്ടും ചെറുപ്പക്കാർ ഹിറ്റാക്കിയില്ലേ? അപ്പം അവരിൽ അതൊക്കെ ഉണ്ട്, പറയേണ്ട രീതിയിൽ മനസ്സിലായി. എന്നെ മാഷെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത പോലെ ഇപ്പോൾ വേറൊരു ആക്ടറാണ്, ഇപ്പോൾ അർജുനെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അഹമ്മദ് കൺവിൻസ് ചെയ്യണേ അല്ലെങ്കിൽ ബ്രീഫ് ചെയ്യുന്നത്. ഓരോ ജനറേഷൻ അനുസരിച്ച് പറയണം. ഓരോരുത്തർക്ക് വേണ്ടത്. ഇപ്പോൾ 80s പോലത്തെ 70s നമുക്ക് നസീർ സാറിൻ്റെ സിനിമകളിൽ കൃത്യമായിട്ടുള്ള അങ്ങനത്തെ സാരോപദേശ സീനുകൾ ഉണ്ടല്ലോ, അതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളതുണ്ട്, ഉണ്ട്. നമ്മളിപ്പം പൊളിറ്റിക്കലി ഉള്ള ഈ കിങ് എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്കറിയാം, വെർബലായിട്ട് തന്നെ പൊളിറ്റീഷ്യൻസിനെതിരെ ക്രിട്ടിക്കലി എന്താ പറയുക, ലാഷ് ഔട്ട് ചെയ്യുന്ന ഡയലോഗ്സ് ഉണ്ട്. ഇന്ന് അത് ചിലപ്പോൾ അത്ര ആവശ്യമില്ല, ചേഞ്ച് ചെയ്യുള്ളൂ. ഈ ഒരുപാട് റെഫറൻസുകൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവല്ലോ. ഈ ക്രൈം ഫയൽസിന് റെഫറൻസുകൾ ഉണ്ടായിരുന്നോ? ക്രൈം ഇല്ല, കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ബാഹുലി എഴുതിയ സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിപ്പം ഇപ്പോൾ ചില പടങ്ങളുടെ മീറ്റർ നമുക്ക് ഇങ്ങനെ പോവാം, കാരണം അങ്ങനെയുള്ളൂ. അല്ലാതെ ഒരു റെഫറൻസ് എടുത്തൊരു സീക്വൻസിന് കൊണ്ടുപോയിട്ടില്ല. കാരണം അവൻ എഴുതിയതെല്ലാം ഒരു ഒറിജിനൽ സാധനം ആക്കണം എന്നുള്ള ഇതുള്ളത് കൊണ്ട് സ്ക്രിപ്റ്റിൽ തന്നെ അതുണ്ട്. പിന്നെ നമ്മൾ ഏത് മീറ്റർ പിടിക്കണം എന്നുള്ള സംഭവങ്ങളേ ഉള്ളായിരുന്നു. അല്ലാതെ നമ്മൾ കാണുന്ന, അതായത് നേരത്തെ കണ്ട ഇപ്പോൾ ഇറങ്ങിയ വെബ് സീരീസ് മിക്കതും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സീനിന് വേണ്ടി എടുത്തിട്ടില്ല. ഇപ്പോൾ പേസ് അല്ലെങ്കിൽ ഇതെങ്ങനെ കൊണ്ടുപോവാം, ഫസ്റ്റിനെക്കാളും കുറച്ചുകൂടെ ചിലപ്പോൾ പേസ് സ്ലോ ആവാം, സ്ക്രിപ്റ്റിൽ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് നോക്കലായിരുന്നു മെയിൻ. കുറച്ചുകൂടെ മ്യൂസിക്കൽ തന്നെയാണോ? മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. മ്യൂസിക് ഒബ്വിയസ്ലി ഉണ്ട്, പക്ഷെ എന്നാൽ സീനിനെ എംപവർ ചെയ്യാൻ വേണ്ടി ചുമ്മാ ഉള്ള മ്യൂസിക് ആക്ച്വലി ഇത്തവണ കുറവ്. ഫസ്റ്റിനകത്ത് അതുണ്ടായിരുന്നു, ഇതിനകത്ത് നമ്മൾ കുറച്ച്, കാരണം കണ്ടൻറ്റ് സ്ട്രോങ് ആയതുകൊണ്ട് നമ്മൾ മ്യൂസിക്കിനെ അതിന് ജസ്റ്റ് ഒരു സപ്പോർട്ട്, ചെറിയൊരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടേ വെച്ചിട്ടുള്ളൂ, അല്ലാതെ ഹെവി ആയിട്ടുള്ളൊരു ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. സിനിമാറ്റിക് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കുറച്ചു ഫസ്റ്റിനെക്കാട്ടിലും. കണ്ടന്റിൽ കൂടുതൽ അതെ, കാരണം കണ്ടന്റ് സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇപ്പോൾ, അതായത് നമ്മുടെ വിഷ്വലി നമ്മളെ ത്രില്ല് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ വീണ്ടും മ്യൂസിക് ഭയങ്കരമായിട്ട് ഇട്ടാലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആൾക്കാർക്ക് അത് ചിലപ്പം അതിൻ്റെ ഒരു കണ്ടന്റ് വാല്യൂ കുറയും. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല. ഭാഷയുമായിട്ട് ഒരു ഗ്രിപ്പിംഗ് സ്ഥലത്ത് ഒരു ഹൈ സ്പീഡ് സ്ലോ മോഷൻ ഒഴിവാക്കി. ഈ സിനിമ കാണുക എന്നതുകൂടെ ഒരു ആക്ടിങ്ങിന് കൂടെ തന്നെയുള്ള ഒരു പ്രോസസ്സാണല്ലോ. അപ്പം പലപ്പോഴും പല ഇൻ്റർവ്യൂസ് ഞാൻ കേൾക്കുന്ന സമയത്ത് പല ക്യാരക്ടേഴ്സിനെ പല സിനിമകളൊക്കെ പിക്ക് ചെയ്ത് സംസാരിക്കാറുണ്ട്. ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സിനിമകൾ കാണാൻ എഫേർട്ട് ഇടുന്ന ആളാണോ? അടുത്ത് കണ്ടിട്ടുള്ള സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകളോട്? അല്ല, എൻ്റെ ലൈബ്രറി 80s, ഒരു ഏർലി 80s അല്ലെങ്കിൽ ലേറ്റ് 70s ടു ഒരു 90s മിഡ് വരെയുള്ള മലയാളം, തമിഴ്, അതാണ് എൻ്റെ ലൈബ്രറി. അത് എനിക്ക് മരണം വരെ കാണാനുള്ളതുണ്ട്, ഇഷ്ടംപോലെ. അതാണ് എൻ്റെ ലൈബ്രറി. അവിടെ നിന്ന് ഞാൻ ഇച്ചിരിയൊക്കെ അടിച്ചത്. ഇപ്പം നേരത്തെ അഹമ്മദ് പറഞ്ഞ പോലെ ആ മീറ്ററാണ് നമ്മൾ എടുക്കുക. ഇത് ആ അഭിനയം അങ്ങനെ അടിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങളെ നമുക്ക് ആ മീറ്റർ എടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈജുവേട്ടൻ എന്താ എടുത്തതെന്ന്, അല്ലെങ്കിൽ മുഖത്തിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനുള്ള റെഫറൻസ് ആണ് എൻ്റെ പറഞ്ഞ പുതിയ സിനിമകളൊന്നും. അതെ, പുതിയ സിനിമകളിൽ നിന്നൊക്കെ രോമാഞ്ചത്തിൽ നിന്ന് അർജുൻ അശോകൻ, ഞാൻ ഇപ്പം അന്താക്ഷരി സഹിച്ചോട്ടെ പുതിയതല്ലേ. യെസ്, എനിത്തിങ് സംതിങ് നമുക്കത് നമ്മളെവിടെയെങ്കിലും നമുക്കത്
ബേസിക്കലി എന്താ നമുക്കൊരു സാധനം ചെയ്യാതെ അറിയാതെ പെട്ടിരിക്കുമ്പോൾ ആരെങ്കിലും ചെയ്തത് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ബേസിക്കലി അതല്ലേ ലൈബ്രറി പോയിട്ട് നമ്മൾ റെഫറൻസ് എടുക്കും. നിങ്ങളൊക്കെ ജേർണലിസം പഠിക്കുമ്പോൾ അങ്ങനെയല്ലേ, ലൈബ്രറി പോയി ഒരുപാട് റെഫർ ചെയ്യില്ലേ? ഇപ്പോഴും അതെ, ഗൂഗിളിൽ നേരെ സെർച്ച് ഇപ്പൊ ഗൂഗിളായി എനിക്ക് തോന്നുന്നില്ല ചേട്ടാ, ഏത് ആർട്ട് ഫോം ആണെങ്കിലും ഇൻസ്പിറേഷനോ റെഫറൻസ് ഇല്ലാതെ ഒന്നുമില്ല, ഒരിക്കലും ഇല്ല, ഒരു സാധനം പോലും ഇല്ലല്ലോ. അതേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ യോണർ ഫേവറേറ്റ് ആയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുള്ള സിനിമകളിൽ നമുക്ക് ഒരിക്കലും ആ ട്രാക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഫേവറേറ്റ് യോണർ ഉണ്ടോ? അങ്ങനെയില്ല. ആസ് എ ഫിലിം മേക്കർ എല്ലാ ടൈപ്പ് ജോണറും എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ത്രില്ലർ കാണുന്നതിൽ കൂടുതലും ത്രില്ലറാണ്, എന്നാലും ഫീൽ ഗുഡ് അല്ലെങ്കിൽ തിയേറ്ററിക്കൽ റോം കോം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എല്ലാം ഇഷ്ടമാണ്. ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വെബ് സീരീസ് അങ്ങനെയുണ്ടോ? ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ പാതാൾ ലോക്കും ഡൽഹി ക്രൈം ഫൺ 1 സീസൺ 1 ഭയങ്കരമായിട്ട് വർക്ക് ആയതാണ്. സേക്രഡ് ഗെയിംസ് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ വെളിയിലാണെങ്കിൽ ട്രൂ ഡിറ്റക്റ്റീവ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ. ഓക്കെ, സോ ക്രൈം ഫയൽസ് 2ാം ഭാഗം ആദ്യ ഭാഗത്തെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഹിറ്റ് ആവട്ടെ, വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവട്ടെ. അടുത്ത സീസണിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാൻ പറ്റട്ടെ, നമുക്ക് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാനും കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.